അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരെയും വർത്താനൊക്കെ? എല്ലാവർക്കും സുഖമല്ലേ? നമുക്ക് കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ, റാഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട്. നിങ്ങളെല്ലാവരെയും കൂട്ടാൻ വർത്താനം വിശേഷമൊക്കെ കമൻറ്റ് കൂടെ പറയാൻ മറക്കല്ലും. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ, ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബെല്ലും അമർത്തി കൊടുത്തിട്ട് ഓൾ ഓപ്ഷൻ നെക്കി കൊടുക്കാനൊന്നും നിങ്ങളാരും മടിച്ച് നിൽക്കരുത്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് 1 കപ്പ് ഗോതമ്പ് പൊടിയും 1 പിടി തേങ്ങയും ഉണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് ആണ് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 125 ml കപ്പിൽ 1 കപ്പാണ് ഗോതമ്പ് പൊടി എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 പിടി തേങ്ങയും എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണോ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര അത് ചേർത്തിട്ട് നമ്മളിതെല്ലാം കൂടെ നല്ലപോലെ മിക്സാക്കി എടുക്കാം. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയെടുക്കാവുന്നതാണ്. ഞാനിവിടെ 1 ടീസ്പൂണേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് എടുക്കാവുന്നതാണ്. ഇനി ഇതാ നമ്മൾ ഈ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇത് ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കാൻ പോവുകയാണ്. ഇത് നല്ലപോലെ ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കണ പോലെയാണ് നമുക്ക് കിട്ടേണ്ടത്. കണ്ടോ, നല്ല ഫൈനായിട്ട് തന്നെ നമുക്ക് ഇത് പൊടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് തന്നെ മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതി. നമുക്ക് ആവശ്യത്തിനുള്ള കൺസിസ്റ്റൻസി ആവണ വരെ നമുക്കിത് ഇതാക്കിയെടുക്കാം. ഞാൻ വളരെ കുറഞ്ഞ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളത് നല്ലപോലെ ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കണ പരുവത്തിലാണ് കുഴച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതാ ഇതിലേക്ക് നമ്മൾ കുറച്ച് കറുത്ത എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇത് നല്ലൊരു ഭംഗിക്കും അതുപോലെ തന്നെ എള്ളിൻ്റെ ചെറിയൊരു ടേസ്റ്റും ഉണ്ടാവും. ഇതിന് പകരം നിങ്ങൾക്ക് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ അയമോദകം ഉണ്ടല്ലോ, അത് വളരെ കുറഞ്ഞ അളവിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോഴും അതിൻ്റേതായിട്ടുള്ള വേറൊരു ടേസ്റ്റ് നമുക്ക് കിട്ടും. ഇനി നമ്മളിത് പലകമ്മ പൊടിയിട്ടിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചിട്ട് ഇത് നമുക്ക് റെഡിയാക്കി എടുക്കണം. ഇത് നമ്മൾ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് അരിപ്പൊടിയാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ 2 ഭാഗമാക്കിയിട്ടൊന്ന് മാറ്റിയെടുക്കുകയാണ്. ഇത് നമുക്ക് ചെറിയ ഉരുളകളാക്കിയിട്ടും ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് പരത്തിയെടുക്കാം. ഒരുപാട് തിന്നായിട്ടുമല്ല ഒരുപാട് തിക്കായിട്ടുമല്ല, ആ ഒരു രീതിക്ക് വേണം നമ്മൾ ഈ ഒരു സ്നാക്കിന് വേണ്ടിയിട്ട് ഇതൊന്ന് പരത്തി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നല്ലപോലെ പൊടി ഇട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കയ്യിലൊട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അതേപോലെ തന്നെ പലകമ്മിയും ഒക്കെ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അത് വളരെ നല്ല രീതിയിൽ നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിലാണ് നമുക്കിത് കിട്ടേണ്ടത്. ഇനി നമ്മളിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ്. നമുക്കിഷ്ടമുള്ള അളവിൽ ഇത് ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് നമുക്ക് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമായിട്ടാണ് കേട്ടോ കിട്ടുക. ഇത് നമ്മൾ ആക്കിയെടുത്ത പോലെ തന്നെ ബാക്കിയുള്ളതും നമ്മൾ ആക്കിയെടുക്കും. കണ്ടില്ലേ, ഈ ഒരു കനത്തിലാണ് നമ്മളിത് പരത്തിയെടുത്തിട്ടുള്ളത്. ഒത്തിരി തിന്നാക്കണ്ട, എന്നാൽ ഒത്തിരി തിക്കായിട്ടും വരണ്ട. ഇനി ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഏതെണ്ണയാണോ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ആ ഒരു എണ്ണയാണ് ഞാനിവിടെ എടുത്തു കൊടുക്കുന്നത്. എണ്ണ നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ നമ്മുടെ സ്നാക്ക് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമ്മൾ ഒരു പീസ് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ടെങ്കിൽ ഇത് കണക്കിന് പൊങ്ങി വരും.
ഇതാ കണ്ടില്ലേ, ഇത് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ അതാ ബാക്കിയുള്ളതും ഇത് കണക്കിന് തന്നെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഒന്നിച്ച് തന്നെ ഇത് ഇട്ട് കൊടുക്കാവുന്നതാണ്. നമുക്ക് എത്ര എണ്ണം വേണമെങ്കിലും ഒന്നിച്ച് തന്നെ ഈ ഒരു എണ്ണയിൽ ഇട്ട് കൊടുക്കാം. നല്ല പോലെ പൊങ്ങി വരും, അതേപോലെ തന്നെ നല്ല പോലെ പൊള്ളച്ചും വരും കേട്ടോ അത്. ആവണീനനുസരിച്ച് എണ്ണയുടെ ഭാഗത്തേക്ക് നമുക്കിതിങ്ങനെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിന് ശേഷം നമ്മളിതാ പതുക്കെ ഇങ്ങനെ ഇളക്കി കൊടുത്താൽ നമുക്ക് എല്ലാ ഭാഗവും അതേപോലെ തന്നെ പൊങ്ങി പൊങ്ങി വന്നുകൊണ്ടിരിക്കും. പിന്നെ നമ്മുടെ ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികളൊക്കെ അപ്ലോഡ് ആക്കിയതുണ്ട്. കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബെല്ലും അമർത്തി കൊടുത്തിട്ട് ഓൾ ഓപ്ഷൻ നോക്കി കൊടുക്കാനൊന്നും നിങ്ങളാരും മടിച്ച് നിൽക്കരുത് കേട്ടോ. ഇത് നമുക്ക് നല്ലൊരു ബ്രൗൺ കളർ ആവണ വരെ ഈ എണ്ണയിലിട്ടിട്ട് തിരിച്ചും മറിച്ചു ഇട്ടിട്ടൊക്കെ ഒന്ന് ആക്കിയെടുക്കാം. നമ്മൾ കൂടുതൽ എണ്ണ ഒക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നിച്ച് തന്നെ നമുക്ക് ഒരുപാട് എണ്ണം ഇട്ട് കൊടുക്കാവുന്ന രീതിയിലാണ് ഈ ഒരു സ്നാക്ക് ഉള്ളത്. പിന്നെ നമുക്കിത് ഫ്രൈ ആയി കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇത് നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഇപ്പോൾ ഫ്ലെയിം ആക്കിയിട്ടുള്ളത്. ഇനി നല്ല പോലെ ഹൈ ഫ്ലെയിമിലിട്ടാൽ നമുക്കത് എല്ലാ ഭാഗവും ഒരേപോലെ ആക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാവും. കാരണം നമ്മൾ കുറേ എണ്ണ ഇട്ടുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ഭാഗവും ഒരുപോലെ ആവണമെന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിലോ അല്ലെങ്കിൽ മീഡിയം സൈസ് ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് വേണം ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അത് ഏകദേശം നമുക്കൊരു ഗോൾഡൻ കളറ് ഇത് മൊത്തത്തിൽ വന്നിട്ടുണ്ട്. ആ ഒരു ടൈമിൽ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. ഇതേ കണക്കിന് തന്നെ നമുക്ക് ബാക്കിയൊക്കെ ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ചെറിയ അളവിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ തന്നെ നമുക്ക് ഒത്തിരി പലഹാരം കിട്ടും. ഈ ഒരു അളവിലാണ് നമുക്ക് ഈ ഒരു സ്നാക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മടിച്ച് നിൽക്കരുത്. ഇത് കണ്ടോ, ഇങ്ങനെ പൊടിയണ ഒരു പരുവത്തിലാണുള്ളത്. കണ്ടോ, പൊടിഞ്ഞ് ഉള്ളിലേക്ക് പോകുന്ന രീതിക്ക് തന്നെയാണ് ഉള്ളത് കേട്ടോ. നല്ല പൊടിയണ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു പലഹാരം തന്നെയാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക. ഇനി അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.